എല്ലാവരും പറയുന്ന കോമൺ ആയിട്ടുള്ള പ്രശ്നമാണ് ഫോണിന് സ്പീഡില്ല, പെട്ടെന്ന് ഹാങ് ആവുന്നു, കറങ്ങി കറങ്ങി നിൽക്കുന്നു, മൊബൈൽ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകും നിങ്ങളുടെ പ്രശ്നം. ഇതുപോലുള്ള ഒരുപാട് സെറ്റിങ്സ് ഒക്കെ നമുക്ക് ഫോണിലുണ്ട്. എന്നാൽ ഒരു രഹസ്യ സെറ്റിങ്സ് നമുക്ക് പരിചയപ്പെടാം. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക. ആ ഓപ്പൺ ചെയ്തുകൊണ്ട് ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾ മൈ ഫോൺ എന്ന് കാണും. ചില ഫോണിൽ അത് എബോട്ട് ഫോൺ എന്നായിരിക്കും, മൈ ഫോൺ അല്ലെങ്കിൽ എബോട്ട് ഫോൺ എന്നായിരിക്കും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ പറ്റും. പക്ഷെ നമുക്ക് ജസ്റ്റ് ഒന്ന് താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ബിൽഡ് നമ്പർ എന്ന് കാണാൻ പറ്റും. താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ ആ ബിൽഡ് നമ്പർ നിങ്ങൾ 7 പ്രാവശ്യം ഒന്ന് ക്ലിക്ക് ചെയ്യുക. 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ പുതിയ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ ഓപ്പണായി വരും. ഇനി നിങ്ങളുടെ ഫോണിൽ അത് കിട്ടിയില്ലെങ്കിൽ ആൻഡ്രോയിഡ് വേർഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അവിടെയും 7 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ലോക്ക് ചോദിക്കും, അല്ലെങ്കിൽ പാറ്റേൺ ചോദിക്കും. ആ ലോക്കോ പാറ്റേണോ കൊടുക്കുക. ഇപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് എവിടെയാണ് കാണാൻ പറ്റുന്നത്? ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുക. വീണ്ടും സെറ്റിങ്സിൻ്റെ ഏറ്റവും താഴെയായിട്ട് സിസ്റ്റം എന്ന് കാണാൻ പറ്റും. നിങ്ങളുടെ ഫോണിൽ സിസ്റ്റം എന്ന് കാണാൻ പറ്റും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഏറ്റവും താഴെയായിട്ട് കാണാൻ പറ്റും ഡെവലപ്പർ ഓപ്ഷൻ. ഇത്രയും സമയം ഈ ഓപ്ഷൻ നിങ്ങളുടെ ഫോണിലില്ല, ഇപ്പോൾ പുതുതായിട്ട് വന്നതാണ്. ആ ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ളതിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ്റെ പേജ് ഓപ്പണായി വരും. അതിൻ്റെ മുകളിൽ ഏറ്റവും മുകളിലായിട്ട് ഇതുപോലെ ബ്ലൂടിക്ക് ഓൺ ആണെങ്കിൽ കുഴപ്പമില്ല, ഓഫ് ആണെങ്കിൽ ഒന്ന് ഓണാക്കി കൊടുക്കുക. ഇനിയാണ് നമ്മുടെ സെറ്റിംഗ്സ്, സീക്രട്ട് ആയിട്ടുള്ള രഹസ്യ സെറ്റിംഗ്സ് ചെയ്യേണ്ടത്. താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യുക. താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്തുകൊണ്ട് വരണം കേട്ടോ, കാരണം ഇത് ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കണ്ടുപിടിക്കാൻ ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ അവിടെ വിൻഡോ അനിമേഷൻ സ്കെയിൽ, ട്രാൻസിഷൻ അനിമേഷൻ സ്കെയിൽ, അനിമേഷൻ ഡ്യൂറേഷൻ സ്കെയിൽ, ഇങ്ങനെ 3 ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ആദ്യത്തേലൊന്ന് ക്ലിക്ക് ചെയ്യുക, വിൻഡോ അനിമേഷൻ സ്കെയിൽ. അവിടെ നിങ്ങൾ ആ ആരോ മാർക്കൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോണിൽ വേറെ ഡിഫോൾട്ട് ആയിരിക്കും കിടക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് അനിമേഷൻ ഓഫ് എന്നുള്ള ഏറ്റവും മുകളിലത്തെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും താഴത്തെ ട്രാൻസിഷൻ സ്കെയിൽ എന്നുള്ളതിലും ക്ലിക്ക് ചെയ്തതിന് ശേഷം അനിമേഷൻ ഓഫ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. വീണ്ടും 3ാമത്തെ ഓപ്ഷൻ അനിമേഷൻ ഡ്യൂറേഷൻ സ്കെയിലുള്ളതും വലത് സൈഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്കിയുള്ള താഴത്തെ ഓപ്ഷൻ മാറ്റിയിട്ട് അനിമേഷൻ ഓഫ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതെല്ലാം ഓൺ ആയിട്ടുണ്ട്. അനിമേഷൻ സ്കെയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ള സെറ്റിങ്സ് ഒരെണ്ണം കൂടെ ചെയ്യാനുണ്ട്. വീണ്ടും താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ഈ ഡെവലപ്പർ ഓപ്ഷൻ നമ്മൾക്ക് ഫോണിൽ കിട്ടാത്ത ഒരുപാട് ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. അതിൽ വരുന്നതാണ് ഈ സംഭവം. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ് എന്ന് കാണാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് അവിടെ ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് ലിമിറ്റ് ഇങ്ങനെ ഉള്ളതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ നോ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ്സ് എന്നുള്ള ആ റൗണ്ട് ക്ലിക്ക് ചെയ്ത് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിന് ഇനി നേരത്തേനേക്കാളും നല്ല സ്പീഡ് ഉണ്ടാവും. ബാക്ക്ഗ്രൗണ്ട് നടക്കുന്ന പ്രോസസ്സൊക്കെ മാറ്റിയിട്ട് ഫോണിന് നല്ല സ്പീഡ് കൂടും. അതുപോലെ മൊബൈൽ ഡാറ്റയൊന്നും പെട്ടെന്ന് തീർന്നു പോകത്തുമില്ല. ഇതെല്ലാം കണ്ടുപിടിച്ച് അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു രഹസ്യ സെറ്റിങ്സ് ആണിത്. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക്